ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലക്ക് സമീപത്തുള്ള ഒരു മലയുടെ മുകളിലാണ്. ഇവിടെ നിന്ന് ഈ ഉരുൾപൊട്ടിയ ആ സ്ഥലം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. ആ വെള്ളരിമലയാണ് ആ കാണുന്നത്. വെള്ളരിമലയിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം. അവിടെ നിന്ന് തൊട്ട് താഴെ പുഞ്ചിരിമട്ടം, അതിന് താഴെയാണ് മുണ്ടക്കൈ, അതിന് താഴെ കാണുന്ന ആ കെട്ടിടങ്ങളൊക്കെയുള്ള മേഖലയാണ് ചൂരൽമല സ്കൂൾ അടക്കമുള്ള മേഖലയാണ് ഈ കാണുന്നത്. ഇതുവഴിയാണ് ഉരുൾപൊട്ടി ഒലിച്ചു വന്നത്. അതിന് താഴെ പുഴയാണ്. ഈ പുഴ നേരെ ചാലിയാറിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചൂരൽമലക്ക് തൊട്ട് സമീപത്തുള്ള ഈ കാണുന്ന പ്രദേശമാണ് ചീനിമട്ടം എന്ന് പറയുന്ന മേഖല. ഇവിടെ നിന്നാണ് 5 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ പുഴ നേരെ ഒരു 3 കിലോമീറ്റർ കൂടി പോകുമ്പോൾ അത് ചാലിയാറിൽ ചേരും. തുടർന്നാണ് ചാലിയാർ നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്നത്. ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഈ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ നിലമ്പൂർ മേഖലയിലേക്ക് ഈ പുഴ ഒഴുകുന്നത്. ഏതാണ്ട് 7 കിലോമീറ്റർ കൂടി ഒഴുകിയാൽ ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ നേരിട്ടെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഉരുൾപൊട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ചീനിമട്ടം എന്ന് പറയുന്ന ഈ കാണുന്ന ഭാഗത്ത് പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് 5 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ഇതുവരെ ഇവിടെ ഹിറ്റാച്ചിയും മറ്റ് വാഹനങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങളൊക്കെ തന്നെ എത്തിച്ചേരുന്നത്. സന്നദ്ധ പ്രവർത്തകരുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ അവിടെ ചളി നീക്കി മണ്ണ് മാന്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ചേട്ടാ, ഈ ഭാഗത്താണോ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്? അതെ, ഇവിടെ നിന്നാണ് 5 മൃതദേഹങ്ങൾ കിട്ടിയത്. ഞങ്ങൾ ആദ്യം പൊട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് 5 മൃതദേഹങ്ങൾ കിട്ടിയത്. അത് കഴിഞ്ഞ് ആളുകളൊന്നും എത്തിപ്പെട്ടിട്ടുണ്ടായില്ല. ഹിറ്റാച്ചിയും വന്നിരുന്നില്ല. ഇന്നലെ മിനിയാന്നുമായിട്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ പോയി തെരച്ചിൽ നടത്തണം, നിർബന്ധമായും തിരയണം എന്ന് ഞങ്ങൾ നിർബന്ധം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഒരു ഹിറ്റാച്ചി അവിടെ എത്തിയിട്ടുള്ളൂ. എന്നാലും ഇത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ഭാഗത്തേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. തെരച്ചിൽ ഇനി ആ ഭാഗത്ത് തന്നെ ഒന്നും കൂടി ശക്തമായി നടത്തേണ്ടതുണ്ട്. എന്നാലേ ബാക്കിയുള്ള മൃതദേഹങ്ങൾ കിട്ടുള്ളൂ. ഈ ചീനിമട്ടത്തേക്ക് വാഹനങ്ങൾ എത്താൻ ബുദ്ധിമുട്ടാണോ? വളരെ കുറച്ച് പ്രയാസമുള്ള ഒരു ഏരിയയാണ്. മറ്റേ ഹിറ്റാച്ചി പോലുള്ള സംഭവം എങ്ങനെയായാലും അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഒരു ഹിറ്റാച്ചി എത്തിയിട്ടുണ്ട്. ഒന്ന് പോരാ, 1-2 കൂടി എത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചീനിമട്ടം എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ ഹിറ്റാച്ചി അടക്കം ഒരു ഹിറ്റാച്ചി മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഇവിടെ ഇത്തരത്തിലുള്ള ഹിറ്റാച്ചിയോ മറ്റ് JCBയോ എത്തിയിരുന്നില്ല. ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി, 2 മല കയറി വേണം ഈ ഭാഗത്തേക്ക് എത്താൻ. അത്തരത്തിൽ സൈന്യം ഇപ്പോൾ ഒരു ഹിറ്റാച്ചി ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് വളരെയധികം അടിഞ്ഞു കിടക്കുന്നുണ്ട്. മണ്ണും ചളിയും അടിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ്. ഒരാൾ പൊക്കത്തിൽ തന്നെ ചളിയുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ ആ ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഹിറ്റാച്ചിയും പരിശോധന നടത്തുന്നുണ്ട്. ചൂരൽമലയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ. ചീനിമട്ടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ചൂരൽമലക്ക് സമീപത്തുള്ള ചീനിമട്ടത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.